ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ്. വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതേസമയം ഡെലീഷ്യസും ന്യൂട്രീഷ്യസുമാണ്. സോ എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുറുമ ഉണ്ടാക്കാം. അതിനായിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നല്ല തിന്നായിട്ടുള്ള സ്ലൈസാണ്. അതുപോലെ തന്നെ ബീൻസ് ഇതുപോലെ ചെറിയ സ്ലൈസാക്കി സൈഡ് ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഫ്ലോറച്ച് ഇതുപോലെ വളരെ ചെറിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസൊന്നും കുറുമയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. കഴിക്കാനും ടേസ്റ്റ് വളരെ ചെറുതാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാനൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇതുപോലെ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ടാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറുമയ്ക്കുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കൂടാതെ നമുക്ക് ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളി വേണം, സവാള വേണം. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം മതി. ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് വേണം. അതുപോലെ തന്നെ ഒരു 5 മുതൽ 6 അല്ലി വരെ വെളുത്തുള്ളി. അപ്പോൾ ഞാൻ എടുക്കുന്ന ഇഞ്ചിയുടെ സൈസ് ഇത്രയാണുള്ളത്. അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളി, സവാള. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 ഏലക്ക, ഒരു 2 ഗ്രാമ്പൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നല്ലതായിട്ട് റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവണം, ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്കിതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വഴണ്ട് കിട്ടും, നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി കിട്ടും. നമ്മളെ ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വഴണ്ട് വരണം. അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പിനാച്ച് ലീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്പിനാച്ച് ലീഫ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ലീഫ് എന്തെങ്കിലും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ലീഫ് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പിനാച്ചോ ലെറ്റ്യൂസോ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ലീഫൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ടൊമാറ്റോയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം ഇതിൽ
വന്നോളും. അതുകൊണ്ട് ജസ്റ്റ് ഒരു 2 minutes നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും തണുത്ത വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, നല്ല ചൂടുള്ള വെള്ളം തന്നെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതൊരു 10 minutes വേവാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 6-7 കാഷ്നട്ട് ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. ഒരു നുള്ളു ജീരകം മതി. പിന്നെ ഞാനൊരു ഉണ്ടമുളകിൻ്റെ ഒരു 1/2 പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് അരയ്ക്കണ്ട, അത് വെജിറ്റബിൾസ് വഴറ്റുന്ന ടൈമിൽ അതിൽ കൂടെ അരിഞ്ഞിട്ടാൽ മതിയാകും. 2ആയിട്ടോ 4ആയിട്ടോ കട്ട് ചെയ്തിട്ടാൽ മതിയാവും. ഇപ്പോൾ ഇതിലിട്ട് അരച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഒരു ഗ്രീൻ കളറായി പോകും. അപ്പോൾ എനിക്കിത് വൈറ്റ് കളറിൽ കുറുമ ഇരിക്കുന്ന കാണാനാണ് നല്ല ഭംഗിയുള്ളത്. അപ്പോൾ എനിക്കങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇതിൽ അരയ്ക്കാറില്ല. ഇപ്പോൾ തന്നെ ഈ ഉണ്ടമുളകിൻ്റെ ഒരു 1/2 പാർട്ടേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അത് വലിയ കളറൊന്നും വരില്ല, കറിക്ക് വൈറ്റ് കളറിൽ തന്നെ ഇരുന്നോളും. പിന്നെ ഈ മുളക് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 പാർട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. അപ്പം നമുക്കിതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാഷ്നട്ട് ആഡ് ചെയ്യുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് തരും നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്നുണ്ട്. ടൊമാറ്റോയിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം. വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് കുക്ക്ഡ് ആയിട്ടുണ്ട്, ഒരു 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേവിയും കൂടെ റെഡിയാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടും. ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ആവണ്ട, ജസ്റ്റ് ഒരു ക്രഞ്ചി ഫീൽ വേണം വെജിറ്റബിൾസിനൊക്കെ, അതാണ് കുറുമ കഴിക്കാൻ ടേസ്റ്റ്. സോ നമുക്കിനി വേഗം തന്നെ ഗ്രേവി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ നമ്മുടെ ഗ്രേവി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വൈറ്റ് കളറിലുണ്ട് ഗ്രേവി. ഇനി നമുക്ക് ഈ ഗ്രേവി ഈ വെജിറ്റബിളിൻ്റെ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല ഗ്രേവി, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ അരപ്പിൻ്റെ പച്ച സ്മെല്ലുണ്ടാവും, ആ ഒരു റോ സ്മെല്ല് നല്ലതല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അരപ്പിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ വളരെ കുറച്ച് മതി, കുറച്ച് ഓയിൽ ഇതിൻ്റെ ടോപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ വേണമെങ്കിൽ കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ മതിയാവും, ഒരുപാട് വേണ്ട. ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറുമ കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല യമ്മി അല്ലേ, കാണാനായിട്ട് തന്നെ നല്ല ഒരു ലുക്കിൽ നല്ല വൈറ്റ് കളറിൽ ഇരിപ്പുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.